മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ പോലെ ഇന്ന് ഇലക്ഷന് ശേഷം എന്നെയും ചവിട്ടി താഴ്ത്തിയിരിക്കുകയല്ലേ. പുറത്തിറങ്ങിയാൽ ജനങ്ങൾ കൂടി വിളിക്കുന്നതാണ് അവസ്ഥ. കണ്ടോ കണ്ടോ, ആ മിനിച്ചേച്ചിയും മുഹമ്മദ് സാറൊക്കെ തോക്കിച്ചിരിക്കുന്നത് കണ്ടോ? ഒരു മനസ്സമാധാനവുമില്ല സാറേ. ഒരു പാട്ട് കണ്ടു കളയാ, മനസ്സൊന്ന് കുളിർക്കട്ടെ. ശബ്ദം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വന്നതായിരിക്കുമല്ലോ. ഏതായാലും വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് വരും. വല്ലാതെ അടയ്ക്കുന്നുണ്ടല്ലോ. എന്ത് പറ്റി മഹാബലി? വേണ്ട വേണ്ട, ഞാൻ പറയാൻ കാരണം വരുന്ന വഴി ഏതെങ്കിലും പേർപ്പെട്ടിട്ട് ഓടിച്ചിട്ടുണ്ടാകും. അതുമല്ലെങ്കിൽ 14 സെക്കൻഡിൽ കൂടുതൽ ഏതെങ്കിലും പെണ്ണുങ്ങളെ നോക്കിയിട്ടുണ്ടാകും. അവരെ ഓടിച്ചതാണോ? അതൊന്നുമല്ല, ഞാൻ പതിപോലെ എന്റെ പ്രജകളെ കാണാൻ ഇറങ്ങിയതാ. അതൊക്കെ പോട്ടെ, എന്താണ് ഇപ്പോൾ കേരളത്തിന്റെ അവസ്ഥ? അവയിൽ നിന്ന് തന്നെ കേൾക്കാനാണ് ഞാൻ ആദ്യം ഇവിടേക്കെത്തിയത്. എന്റെ തമ്പുരാനെ, ഞാൻ പറഞ്ഞ് അറിയുന്നതിനേക്കാൾ അത് നേരിട്ട് ഈ ടിവിയിലൂടെ കണ്ടു മനസ്സിലാക്കിക്കൊള്ളൂ. എന്നാൽ തുടക്കം ഭക്തിയിൽ നിന്ന് തന്നെയാവാം. പുതിയൊരു ഭക്തിഗാനം ഇറങ്ങിയിട്ടുണ്ടെന്ന് മോൻ പറയുന്നത് കേട്ടു. ആയിക്കോട്ടെ, കണ്ടുകളയാം. ഇതല്ലേ നൂതൻ 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 എന്താ മാറ്റിയേക്കാം. നമസ്കാരം, ഏഷ്യാവിഷൻ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലത. ആദ്യം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഏഷ്യാവിഷൻ നിങ്ങളെ എത്തിക്കുന്നത്. ഇന്ന് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും തുടങ്ങി ISIS സാന്നിധ്യമുള്ള എല്ലാ കേന്ദ്രങ്ങളിലും ഹർത്താൽ ആചരിക്കുകയാണ്.
പാൽ, പത്രം, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവയെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് നേതൃത്വം അറിയിച്ചു. എന്റെ ഭഗവാനെ, അവിടെയും ഹർത്താലെല്ലാം തുടങ്ങി. അത് തമ്പുരാൻ അറിഞ്ഞില്ലേ? മലയാളികൾ IS ചേരുന്നതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. പിന്നെ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടല്ലോ. എല്ലാ ജനങ്ങൾക്കും ഡിജിറ്റൽ വാച്ചുകൾ നൽകുന്ന പദ്ധതിക്ക് മുഖ്യമന്ത്രി തുടക്കമിട്ടു. 14 സെക്കൻഡിൽ കൂടുതൽ സ്ത്രീകളെ നോക്കുപീഡനത്തിന് അകത്ത് പോകാതിരിക്കാനാണിതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. എന്റെ സഖാവേ, ഇതെല്ലാം കണ്ടെന്റെ മനസ്സ് മടുത്തു. ഒരു നല്ല പാട്ടെങ്ങാനും വെച്ച് തരാവോ? അതിനെന്താ, ദാ പിടിച്ചോ. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ ഭൂമിയിടവേ. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ ഭൂമിയിടവേ. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കൂലിപ്പണി രാജൻ കൂലിപ്പണി. ഉത്തരവാദിത്വത്തോടുകൂടി പണിപ്പെട്ടി നല്ലതിന് പണികൾ ചെയ്തു കൊടുക്കുന്ന ഏക വ്യക്തി കൂലിപ്പണി രാജൻ. കൂലിപ്പണി രാജൻ. നമസ്കാരം. ഇപ്പോൾ കിട്ടിയ വാർത്ത. ശാസ്താംകോട്ടയിൽ പടക്ക നിർമ്മാണശാലയിൽ തീപിടുത്തം, 59 പേർ വെന്തു മരിച്ചു. ഈ വാർത്ത ആദ്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേരള വിഷൻ ചാനലാണ്. മറ്റാർക്കും തരാനാകാത്ത വേഗതയിലാണ് ഈ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സത്യസന്ധമായ വാർത്തകളും മനുഷ്യനെ നേർവഴിക്ക് നടത്തേണ്ട പരസ്യങ്ങളും നൽകുകയെന്ന ധർമ്മം നിർവഹിക്കേണ്ടവരാണ് ഈ മാധ്യമങ്ങൾ. പക്ഷേ ഇന്നവർ ചാനൽ റേറ്റിംഗിനും പണത്തിനും വേണ്ടി മൂല്യങ്ങളെ ബലികഴിക്കുന്നു. ഓണമായിട്ടൊരു സദ്യ കഴിക്കാമെന്ന് വെച്ചാൽ പച്ചക്കറി ഉൾപ്പെടെ എല്ലാത്തിനും വിഷം. റോഡിലിറങ്ങി പ്രജകളെ കാണാമെന്ന് വെച്ചാലോ വഴിയേതാ വഴിയേതാ എന്നറിയാത്ത അവസ്ഥ. സ്ത്രീ പീഡനവും ബാലപീഡനവും തീവട്ടിക്കൊള്ളയും വേറെ. ഇത്തവണ എനിക്ക് ഈ പ്രജകളെ കാണുകയേ വേണ്ട. ഇങ്ങനെ ഒരു ഓണവും വേണ്ട. ഞാൻ എന്തായാലും മടങ്ങുകയാണ്. അല്ല തമ്പുരാനെ, തിന്മകൾ ചെയ്യുന്നവർ മാത്രമല്ല, അങ്ങയുടെ വരവിനായി കാത്തിരിക്കുന്ന നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ കൊണ്ടുവിടെ. അങ്ങവരെ കാണാതെ പോകരുതേ. കേറി വാ മക്കളെ.